പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഇത് KV അനിൽ മുഹമ്മദാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. 2026 നിയമസഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞു 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വരികയും കഴിഞ്ഞ 2 മാസക്കാലയളവിൽ അനവധി മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF പ്രഖ്യാപിച്ചതിൽ ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നതും വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളം ആരോഗ്യ രംഗത്ത് ഇന്ത്യയിൽ തന്നെ മാതൃകയാക്കാവുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. മികച്ച സർക്കാർ ആശുപത്രികൾ, ഉയർന്ന സാക്ഷരത, അതുപോലെ തന്നെ പ്രാഥമിക സേവനങ്ങൾ, ഇതെല്ലാമാണ് കേരളത്തിൻ്റെ ശക്തി. ക്യാൻസർ, ഹൃദ്രോഗം, അതുപോലെ തന്നെ വൃക്കമാറ്റലൊക്കെ എന്നിങ്ങനെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നത് സർവ്വസാധാരണമാണ്. സ്വകാര്യ ആശുപത്രിയിലെ ചെലവുകൾ സാധാരണ കുടുംബങ്ങളെ കടബാധ്യതയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിലേക്കാവാം UDF ഇലക്ഷന് മുന്നേയായി ശ്രീ ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇത്തരം ഒരു പദ്ധതി ഫലപ്രദമായി കേരളത്തിൽ നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ചികിത്സാ ചെലവ് വഹിക്കാൻ സാധിക്കാതെ നമ്മുടെ നാട്ടിൽ ഒരു ആത്മഹത്യ പോലും ഉണ്ടാകില്ല. ഇത്തരം പദ്ധതികൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വഴിയുമില്ല. ഈ പദ്ധതി എത്രത്തോളം ഹോസ്പിറ്റലുകൾ പങ്കാളികളാവും, അതുപോലെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ക്ലെയിം ചെയ്യുക എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ വിജയം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ആരോഗ്യരംഗത്ത് സാമ്പത്തിക സുരക്ഷ ലഭ്യമാക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഈയൊരു പദ്ധതി ജനങ്ങൾ ആഗ്രഹത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.